ഹലോ ഗായ്സ്, ഇന്ന് ബാങ്ക് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി എക്സ്പയറി ആണ്. നാളെ ഹോളിഡേ ആണ്, അതുകൊണ്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റിൻ്റെയും കൂടെ എക്സ്പയറി ആണ്. ഇന്ന് നമ്മൾ നല്ല ട്രേഡ് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുറച്ച് പോയിൻറ്റ്സ് എടുത്തു. അതിൽ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടി. ഏറെക്കുറെ 100% കൂടുതൽ. നമ്മൾ 25 ആണ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു 30K നമുക്ക് സുഖമായിട്ട് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ട്രേഡ്സ് ആയിരുന്നു എന്ന് പറയാം. കുഴപ്പമില്ലാത്ത പൊസിഷൻസും കൂടി ആയിരുന്നു. വളരെ വളരെ അടിപൊളി ട്രേഡ് തന്നെയായിരുന്നു. ഇതിൻ്റെ ട്രേഡ്സ് ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രേഡ്സ് തന്നെയായിരുന്നു. നമ്മൾ ആദ്യം ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഏറെക്കുറെ എടുത്തത് ഒരു 10:45 10:45 ആ ടൈമിൻ്റെ റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുത്തത്. കുറച്ച് നേരത്തുള്ളിൽ തന്നെ നമുക്കൊരു ടാർഗറ്റ് കിട്ടി. ആ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് ടാർഗറ്റ് എന്ന് പറയുകയും ചെയ്യാം. അവിടെ നിന്ന് താഴോട്ട് വരികയും ചെയ്തു. ഞാനൊരു പുറത്ത് വെച്ചിട്ട്, അതായത് എൻ്റെ ഒരു ലെവൽ വെച്ച് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് മാറുകയും ചെയ്തത്. 49,600 ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ എൻട്രി എടുത്ത പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനാണ് എൻട്രി എടുത്തത്. കൃത്യം അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. കാരണം ഇന്നലത്തെ ക്ലോസിങ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുത്തു. കൃത്യമായിട്ട് നല്ല രീതിക്ക് രണ്ട് മൂവ്മെൻറ്റ്സ് കിട്ടി. നല്ല രീതിക്കൊരു മൂവ്മെൻറ്റ്സ് കിട്ടി. കോൾ ഓപ്ഷൻ ആയിരുന്നു എടുത്ത്. അതിന് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എക്സിറ്റും അടിച്ചു. നല്ലൊരു പൊസിഷനായിരുന്നു. ഈ ഒരു പൊസിഷനിൽ എക്സിറ്റും അടിച്ചു. ക്ലിയറായിട്ട് പറഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഏറെക്കുറെ 23K പ്രോഫിറ്റ് ആയിരുന്നു ഈ ഒരു ട്രേഡിൽ. ഇതിൽ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും എൻട്രി എടുത്തിട്ടാണ് 30K അടുത്ത് പ്രോഫിറ്റ് ആക്കിയത്. ഇതിൽ ഏറെക്കുറെ നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ ഒരു 24K പ്രോഫിറ്റ് ആയിരുന്നു. ആ ഒരു കോൺട്രാക്റ്റിൽ തന്നെ നമ്മൾ അടുത്ത് വീണ്ടും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് നമ്മൾ അതൊരു 10 മണി ആറാകുമ്പോൾ നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് അടിച്ചു. ആ ഒരു കോൺട്രാക്റ്റ് നമ്മൾ പിന്നെ എൻട്രി എടുത്തത് 10:25 ജസ്റ്റ് 5 ലോട്ടാണ്. ജസ്റ്റ് ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 3 ലോട്ട് എടുത്തു 10:25. പിന്നെ 10:40 നമ്മളൊരു 2 ലോട്ടും കൂടി ജസ്റ്റ് ആവറേജ് ചെയ്തു. എന്നിട്ട് നമ്മളെല്ലാം കൂടി എക്സിറ്റ് അടിക്കുകയാണ് ചെയ്തത്. ഏതാ പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യ പൊസിഷൻ ഈ ഒരു പൊസിഷനാണ് ഞാൻ എൻട്രി എടുത്തത്. നല്ല പൊസിഷനായിരുന്നു, ക്ലിയർ പൊസിഷനായിരുന്നു. കൃത്യം 10:25 ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഒരു 10:40 ആകുമ്പോൾ ഞാൻ വീണ്ടും ആവറേജ് ചെയ്തു ഈ ഒരു പൊസിഷനായപ്പോൾ ആവറേജ് ചെയ്തു. ആവറേജ് അല്ലാതെ പിരമിഡിങ്ങാണ് ചെയ്തത്. നമ്മൾ ആദ്യം വാങ്ങിയ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിങ് അല്ല, പിരമിഡിങ്ങാണ്. ആദ്യം നമ്മൾ 110 വാങ്ങിയിട്ട് 143 പിന്നെ 2 ലോട്ട് വാങ്ങിയത്. വീണ്ടും എനിക്ക് പോകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആവറേജിങ് എന്നല്ല ഇതിന് പറയുക, ഇതിന് പിരമിഡിങ് എന്നാണ് പറയുക. ജസ്റ്റ് ഒരു ചെറിയൊരു പിരമിഡിങ്ങാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലോട്ട് പോയി ഒരു സ്വിങ് ഉണ്ടാക്കി വീണ്ടും മേലോട്ട് മൂവ്മെൻറ്റ്സ് കിട്ടുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. കൃത്യമായിട്ട് അവിടുന്ന് പിരമിഡിങ് ചെയ്തു. ആ പിരമിഡിൽ തന്നെ 2 ലോട്ട്സ് ജസ്റ്റ് ആഡ് ചെയ്തു. ആ ഒരു പിരമിഡിങ് കൂടി ചേർത്ത് നമുക്കൊരു പ്രോഫിറ്റ് നമ്മൾ ബുക്കിങ് ഏറെക്കുറെ ഒരു ഹൈ തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്ത് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ടോട്ടലി നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ തന്നെ നമുക്കൊരു 30K പ്രോഫിറ്റായി. ആണ് ടോട്ടലി നല്ല പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയിരുന്നു, നല്ലൊരു പ്രോഫിറ്റ് തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്ത ട്രേഡും ആയിരുന്നു. പിന്നെ നമ്മൾ ഫിൻ നിഫ്റ്റിയിലാണ് എടുത്തത്. ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് നമ്മൾ പിന്നെ വിട്ടു. പിന്നെ കോൾ ഓപ്ഷൻ തന്നെയായിരുന്നു എൻ്റെ ഒരു വ്യൂവിലുണ്ടായിരുന്നത്. നല്ല രീതിക്ക് മേലോട്ടൊക്കെ പോയി. ഈ ഒരു മൂമെൻറ്റ്സ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് നല്ല പ്രോഫിറ്റ് കിട്ടിയാണ് ഈ ഒരു വലിയൊരു മൂമെൻറ്റ്സ്. ബട്ട് നമ്മളത് എടുത്തില്ല. ആ സമയം നമ്മളൊന്നും എടുത്തില്ല. പിന്നെ എടുത്ത് നമ്മൾ ഫിൻ നിഫ്റ്റിയിലാണ്. ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കാം. പിന്നെ നമ്മൾ ഫിൻ നിഫ്റ്റിയിൽ ജസ്റ്റ് 2 ലോട്ട്സ് ആയിരുന്നു ആദ്യം എടുത്തത്. 83 എടുത്ത പ്രീമിയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം 12 മണിക്കാണ് എടുത്തത്. ക്ലിയർ 12 ആകുമ്പോൾ നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 12:06 ആകുമ്പോൾ നമ്മൾ വീണ്ടും ആവറേജ് ചെയ്തു. ഒരു 2 ലോട്ട് ടോട്ടൽ 4 ലോട്ടാക്കിയിട്ട് ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12 മണിയാകുമ്പോൾ വളരെ ക്ലിയർ നല്ലൊരു ട്രേഡാണെന്ന് പറയാം. കുഴപ്പമില്ലാത്ത ട്രേഡ് തന്നെയായിരുന്നു. ഈ ഒരു പൊസിഷനാണ് നമ്മൾ എൻട്രി എടുത്തത് കൃത്യമായിട്ട്. അതെ, കൃത്യമായിട്ട് ഈ ഒരു പൊസിഷൻ മേലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് എൻട്രി എടുത്തു ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത മുമ്പ്. ബട്ട് അത് മേലോട്ട് പോയില്ല. ഞാൻ ഉദ്ദേശിച്ചൊരു മൂവ്മെൻറ്റ്സ് കിട്ടിയില്ല മാർക്കറ്റിൽ. അത് നമ്മൾ ഒന്നുകൂടെ ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ലോട്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ആവറേജ് ചെയ്തു. നമ്മൾ ടോട്ടലി ഒരു 12 ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുകയും ചെയ്തു. 12:27 എക്സിറ്റ് അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് മേലോട്ട് പോവില്ല എന്ന് തോന്നി. ഈ ഒരു ക്യാൻഡിൽ ഞാൻ എക്സിറ്റ് അടിച്ചു. ഇത്രയും മേലോട്ട് പോയിട്ട് കുറേ പ്രോഫിറ്റ് കാണിച്ചാണ്. കുറച്ചൊക്കെ 4 ലോട്ടായിരുന്നു. 4 ലോട്ടിൻ്റെ ചെറിയ പ്രോഫിറ്റേ കാണിച്ചുള്ളൂ. ഇതൊരു ബ്രേക്ക് ഔട്ട് കിട്ടില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഈ ഒരു പൊസിഷൻ തന്നെ എക്സിറ്റ് അടിച്ചു. അതൊരു ചെറിയ രീതിക്ക്, അത് വളരെ ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കോസ്റ്റിൽ തന്നെ എക്സിറ്റ് അടിച്ചത്. ഒരു ആവറേജ് കോസ്റ്റിൽ തന്നെയാണ് എക്സിറ്റ് അടിച്ചത്. നമ്മൾ ആദ്യം 83 വാങ്ങി, പിന്നെ 79 വാങ്ങി എക്സിറ്റ് അടിച്ചത്
82-ലാണ് ഏറെക്കുറെ അത് കോസ്റ്റിൽ തന്നെയാണ് എക്സിറ്റ് ആയത്. കൃത്യം കോസ്റ്റ് പറഞ്ഞാൽ വളരെ കൃത്യം കോസ്റ്റിലായിരുന്നു എക്സിറ്റ് ആയത്. അതിന് കുഴപ്പമില്ലാത്ത ട്രേഡ് തന്നെയായിരുന്നു എന്തായാലും. ബട്ട് നമുക്ക് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ലാത്ത കാര്യം തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ കോൺട്രാക്റ്റ് തന്നെ ഫിൻനിഫ്റ്റി അതേ ഈ ഒരു കോൺട്രാക്റ്റിൽ തന്നെയാണ് നമ്മൾ എൻട്രി എടുത്ത്. നമുക്ക് ആദ്യം എൻട്രി എടുത്തപ്പോൾ നമുക്ക് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ലാത്ത ഇതിലായിരുന്നു. അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒരു 69 രൂപയ്ക്ക് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12:57 ജസ്റ്റ് ഒരു മണി ആറാകുമ്പോൾ ഏറെക്കുറെ ഈ ഒരു ക്യാൻഡലിൽ ഞാൻ ഇവിടുന്ന് കോൾ ഓപ്ഷൻ എടുത്തത്. ഇതിൻ്റെ താഴോട്ടേക്ക് വരാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. വെറും 2 ലോട്ട് എടുത്തുള്ളൂ. കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ 2 ലോട്ട് എടുത്ത് ജസ്റ്റ് 2 ലോട്ട് എടുത്തു. അതിൻ്റെ താഴോട്ടേക്ക് വരുന്നത് നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മളത് ലോസ് ബുക്ക് ചെയ്തു. അതിൽ നമ്മൾ ഏറെക്കുറെ ഒരു 1000 രൂപ ലോസ് ബുക്ക് ചെയ്തു. അങ്ങനെ ആ ട്രേഡ് നമ്മൾ വിട്ടു. പിന്നെ നമ്മൾ കുറേ നേരം ട്രേഡ് ചെയ്തില്ല, തൽക്കാലം മതി എന്ന് കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫിൻനിഫ്റ്റിയിൽ പിന്നെ ഒരു ട്രേഡ് എടുത്തു, ജസ്റ്റ് ഒരൊറ്റ ലോട്ട്. അതൊരു പുട്ട് ഓപ്ഷൻ ആയിരുന്നു. കൃത്യമായിട്ട് നമ്മളൊരു 2:36 കൃത്യമായിട്ട് നല്ല ട്രേഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രേഡ് പറഞ്ഞാൽ വളരെ നല്ല ട്രേഡായിരുന്നു. ഏറെക്കുറെ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. നല്ലൊരു എൻട്രി ആയിരുന്നു ശരിക്കും. ഈ ഒരു എൻട്രി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റ് മേലോട്ട് നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. അതായത് ഏറെക്കുറെ നമുക്ക് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു 22.50-ലാണ്. ബട്ട് ഞാൻ എടുക്കുന്ന പ്രീമിയം അതായത് 22.50 നിൽക്കുമ്പോൾ അതായത് 22,150 പ്രീമിയം നോർമലി അതൊരു ഇന്ത മണിയാണ്. ഒരു 100 രൂപയെങ്കിലും വേണം. അതായത് പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് 100എങ്കിലും വേണ്ടതാണ്. ബട്ട് 77 ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ മോർണിംഗ് ആണ് ഇങ്ങനത്തെ ഒരു സെനോറിയോ എന്ന് വെച്ചാൽ എൻട്രി എടുക്കാൻ പാടില്ല. ഈ ഒരു അവസാന സമയമാകുമ്പോൾ ഇങ്ങനത്തെ ഒരു സെനോറിയോ ആണ്. ഓവറോൾ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും മേലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. പോരാത്തതിന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറാണ്. ബാങ്ക് നിഫ്റ്റി 50,000 ടച്ച് ചെയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. മേലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്, താഴോട്ട് വരാനുള്ള ചാൻസാണ് കൂടുതൽ. ജസ്റ്റ് ആ ഒരു ലോജിക്കിൻ്റെ പുറത്ത് മാത്രം ജസ്റ്റ് 1 ലോട്ട്, വെറും ഒറ്റ ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ലോട്ട് നമ്മൾ ഏറെക്കുറെ 10 മിനിറ്റ് കഴിയുമ്പോൾ എക്സിറ്റ് അടിക്കുകയും ചെയ്തു. എനിക്ക് അത്ര വലിയ വ്യൂ ഉണ്ടായിരുന്നില്ല താഴോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഏറെക്കുറെ ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. ഞാനൊരു റൗണ്ട് ഫിഗർ ആയപ്പോൾ ഞാൻ ഏറെക്കുറെ നമുക്ക് മതി, ഇനി ചിലപ്പോൾ അവിടെ നിന്ന് വീണ്ടും മേലോട്ട് പോയേക്കാം എന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഞാൻ എക്സിറ്റ് അടിച്ചു. അത് പിന്നെ ഒരു 1.5 വരവായത്. ഞാൻ എക്സിറ്റ് അടിച്ചത് 111-നാണ്. അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 310-ലാണ്. കൃത്യം 310-ലാണ്. അതിൽ നമ്മൾ 1000 രൂപ, അത് ജസ്റ്റ് 1000 രൂപ 1300 രൂപ മാത്രം പ്രോഫിറ്റ് എടുത്തുള്ളൂ. അത് ഒറ്റ ലോട്ടിലെടുത്തത്. അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 8,000-9,000 രൂപ പ്രോഫിറ്റ് കിട്ടിയേനെ. അതിന് വലിയ പ്രസക്തിയില്ല. ബട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ലാസ്റ്റ് 300-ലാണ്. നല്ല ട്രേഡായിരുന്നു ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ. ബട്ട് ഇത്രയും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദി മണി എടുത്ത് 0-0 കളിക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഫിൻനിഫ്റ്റി ആണെങ്കിലും നല്ല രീതിക്ക് ട്രേഡ് എടുത്ത് നല്ല രീതിക്ക് പ്രോഫിറ്റ് ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ട്രേഡ് നമ്മൾ കൃത്യമായിരുന്നു, നല്ല സാറ്റിസ്ഫൈഡ് ട്രേഡും ആയിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത നല്ല പൊസിഷൻ നമുക്ക് എൻട്രിയും കിട്ടി, അത് എക്സിറ്റും കിട്ടി. കുറച്ച് എൻട്രിയൊക്കെ മിസ്സായി എന്നല്ല, നല്ല വലിയ മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടിയില്ല. ബട്ട് നമുക്ക് കിട്ടുന്നത് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം 100% കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊരു നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഹോളിഡേയ്സാണ്. നമുക്ക് അടുത്ത ദിവസം അതായത് വ്യാഴാഴ്ച നമുക്ക് നിഫ്റ്റി ട്രേഡ് എടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.